ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് രേവതി നക്ഷത്രത്തിൻ്റെ 2024 ആണ്ട് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് രേവതി നക്ഷത്രക്കാരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതായിരിക്കും എന്തുകൊണ്ടെന്നുള്ളത്. പൊതുവായ ഫലത്തിലേക്ക് വരാം. രേവതി നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമാണ്. എന്നാൽ എടുത്തു പറയേണ്ടത് ഉദ്യോഗ തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥർക്കൊക്കെ അത്ര ഗുണകരമായിട്ട് കാണുന്നില്ല. നിങ്ങൾ അനാവശ്യ വാഗ്വാദങ്ങളിലൊക്കെ ഏർപ്പെട്ട് മേലുദ്യോഗസ്ഥരുടെ അപ്രീതി സമ്പാദിക്കാനുള്ളൊരു സാഹചര്യമുണ്ട്. മേലുദ്യോഗസ്ഥരുടെ ഒരു കരടായി നിങ്ങൾ മാറാനുള്ള സാഹചര്യം കാണുന്നുണ്ട്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്ന് ചെറിയ ചെറിയ ശിക്ഷാ നടപടികളൊക്കെ വാങ്ങാനും ജോലിഭാരം കൂടാനും ഒക്കെയുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരുമായിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് തർക്കിക്കാൻ പോകാതിരിക്കുക. നിങ്ങൾ തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ മറ്റുള്ളവരുടെ സഹായം തേടേണ്ട ചില സാഹചര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടി, സന്താനങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി, സന്താനങ്ങളുടെ ഗുണഭാവത്തിന് വേണ്ടി നിങ്ങൾക്ക് പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളൊക്കെ വരും. നിങ്ങളുടെ വിവേചന ബുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് സർവകാര്യ വിജയം വഴിയൊരുക്കുന്നതാണ്. അതായത് കോമൺ സെൻസ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് പല കാര്യങ്ങളിലും സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ പറയാൻ പറ്റൂ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ പല പോരായ്മകളും നിങ്ങൾക്ക് പരിഹരിക്കാനും ജീവിതം വിജയത്തിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഷെയർ ബിസിനസ്സിലൊക്കെ ഏർപ്പെടുന്നത് നഷ്ടമായിട്ട് ഭാവിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ പാർട്ട്ണർഷിപ്പ്, 2 പേര് ചേർന്ന് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലൊക്കെ അത്ര ഗുണഭവമായിട്ടല്ല കാണുന്നത്. ചെറിയ ചെറിയ കലഹങ്ങളൊക്കെ ഉണ്ടായി അത് 2 പേരും 2 വഴിക്ക് പോകാനുള്ള സാഹചര്യമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒന്ന് ഹോൾഡ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ട് നല്ല സമയമാകുമ്പോൾ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. ഷെയർ മാർക്കറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഗുണകരമല്ല, നഷ്ടമുണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ച് കിട്ടുന്നതിനായിട്ട് വിട്ടുവീഴ്ചകൾക്കൊക്കെ തയ്യാറാവുന്ന സാഹചര്യമുണ്ട്. ബിസിനസ്സിലായിക്കോട്ടെ മറ്റേത് കാര്യത്തിലായിക്കോട്ടെ നിങ്ങൾക്ക് വിട്ടുവീഴ്ച മനോഭാവം ഉള്ളത് വഴി നിങ്ങളുടെ കുറേ നാളുകളായിട്ടുള്ള തലവേദന ആവുന്ന പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടുന്നതാണ്. നിങ്ങൾക്ക് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലൊക്കെ ഈശ്വര ചിന്ത കൂടി വരുന്ന ഒരു സമയമാണ്. ദമ്പതിഭാവം ഗുണകരമായിട്ടാണ് കാണുന്നത്. ദാമ്പത്യ ജീവിതം സന്തോഷകരമായിരിക്കും. പിന്നെ നിങ്ങൾ എടുത്തു പറയേണ്ട വാഹന ഉപയോഗം നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ചില അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപകടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പതിയിരിക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കുക. അമിത വേഗതയിലുള്ള വാഹന ഉപയോഗമൊക്കെ കഴിയാവുന്ന കുറക്കുക. അസമയത്തുള്ള വാഹന ഉപയോഗങ്ങൾ കഴിയാവുന്നതും തീരെ നിവൃത്തിയില്ല എങ്കിൽ മറ്റൊരാളെ കൂടെ വിളിക്കുക. വണ്ടി ഡ്രൈവിങ് മികവുറ്റ ഒരാളാണെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് ഡ്രൈവ് ചെയ്യിക്കുക. നിങ്ങൾ വീഴ്ചകളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട സമയമാണ്. വാഹന ഉപയോഗത്തിൽ കൂടിയല്ലാതെ മറ്റേതെങ്കിലും രീതിയിലൊക്കെ ആയിട്ട് വീഴാനുള്ള സാധ്യതയുണ്ട്. വീഴാനുള്ള ചതവ്, ഒടിവ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. തലയടിച്ച് പുറംഭാഗം അടിച്ച് വീഴാനുള്ള സാധ്യത ചെറുതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ വീഴുമ്പോൾ ശ്രദ്ധിക്കുക. കഴിയാവുന്ന കുട്ടികളെയൊക്കെ ഈ നാളുകളിലെ കുട്ടികളെയൊക്കെ മാതാപിതാക്കളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മാതാപിതാക്കളുടെ കാര്യങ്ങളിലൊക്കെ അവരുടെ ആശയങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ കമാൻഡ്സ്, ആജ്ഞകളൊക്കെ അനുസരിക്കുന്നതിൽ അഭിമാനം തോന്നുന്നതാണ്. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ യഥാവിധി അനുസരിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് ക്രയവിക്രയങ്ങളിലൊക്കെ വിജയം കാണുന്ന ഒരു സമയമാണ്. വാഹന ഉപയോഗത്തിൽ കൂടി നിങ്ങൾക്ക് ലാഭം കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഉന്നതമായ ആൾക്കാർ, ഉന്നതരുടെ സഹായ വാഗ്ദാനങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകും പല കാര്യങ്ങളിലും. ചിലർക്കൊക്കെ സന്താന ഭാഗ്യം കാണുന്നൊരു സമയമാണ്. 20 നക്ഷത്രക്കാർക്ക് കുട്ടികളില്ല എങ്കിൽ കുട്ടികളുണ്ടാകാനുള്ള സാഹചര്യം കാണുന്നു. യാത്രാവേളകൾ ധനനഷ്ടമുണ്ടാകാതെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അരുതാത്ത വാഗ്ദാനങ്ങൾ മൂലം ഉറ്റ സുഹൃത്തുക്കളുമായി പിണങ്ങേണ്ടി വരുന്ന ചില സാഹചര്യങ്ങളായി കാണുന്നുണ്ട്. വ്യാപാര മേഖലയിലൊക്കെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ സാധിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട്.
നിങ്ങൾക്ക് മാതൃഗുണമൊക്കെ ഉണ്ടാകുന്ന മാതാവിൻ്റെ ഭാഗത്തു നിന്ന് ചില സഹായങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്ന ഒരു സമയമാണ്. നിങ്ങൾ സന്താനങ്ങൾ മൂലം സമാധാനത്തിനും സന്തോഷത്തിനൊക്കെ ഇട നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. സന്താനങ്ങൾക്ക് മേന്മയുള്ള ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ ചെറിയ ചില വഴിപാടുകൾ കഴിച്ചാൽ കാര്യങ്ങളൊക്കെ ഒരുവിധം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇതിൽ എടുത്തു പറയേണ്ടത് എനിക്ക് ശനിദോഷമുള്ളതുകൊണ്ട് ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച നിങ്ങൾ പ്രാർത്ഥിക്കാൻ പോകേണ്ടത് അത്യാവശ്യമാണ്. ഭഗവാനെ മുഖം കാണിക്കേണ്ടതാണ്, പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾ നീരാഞ്ജനം കഴിക്കുക, എള്ള് നിവേദ്യം കഴിക്കുക, എള്ള് പായസം കഴിക്കുകയൊക്കെ ചെയ്യുന്നത് ഗുണകരമായിരിക്കും. അതോടൊപ്പം തന്നെ അപകടങ്ങളൊക്കെ ഒരുവിധം കുറയാനായിട്ട് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കഴിക്കുക, ഒരു 12 എണ്ണം കഴിക്കുന്നത് ശനിയാഴ്ചകളിൽ കഴിക്കുന്നത് നല്ലതാണ്. ശത്രുദോഷം ഉള്ളവർ, അതായത് മുതലുദ്യോഗസ്ഥരൊക്കെ ആയിട്ട് വാഗ്വാദമൊക്കെ നടത്തി പണി മേടിച്ചിരിക്കുന്നവരൊക്കെ വ്യാഴാഴ്ചകളിലൊക്കെ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ ബുധനാഴ്ചകളിൽ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിലോ ദർശിച്ചിട്ട് മഹാസുദർശന മന്ത്രാർച്ചന ഒരു 12 21 ഒക്കെ നിങ്ങൾ യുക്തിപരമായിട്ട് കഴിക്കുക. ഭഗവാന് തുളസിമാലയൊക്കെ കൊടുക്കുക. മഹാവിഷ്ണുവിനാണെങ്കിൽ മഞ്ഞപ്പൂക്കൾ കൊടുക്കുന്നതും ഗുണകരമായിരിക്കും. സന്താനഭാഗ്യം അതാണ് നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ചകളിലൊക്കെ ഗണപതി ക്ഷേത്രം ദർശിച്ചിട്ട് ഭഗവാന് മധുരമില്ലാത്ത പാൽപ്പായസം നിവേദിക്കുകയാണെങ്കിൽ ഫലമുണ്ടാവും. ഒപ്പം കറുക മാല സമർപ്പിക്കുകയും ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.